ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ച സമയത്ത് ഒരുപാട് സന്തോഷത്തോടു കൂടിയൊക്കെ എടുത്തതായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഒന്നും അല്ല, ഒരു 5-6 ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണേ. അപ്പോൾ എന്നും വീഡിയോ ഇട്ട് തുടങ്ങാം എന്നുള്ള തീരുമാനത്തിൻ്റെയൊക്കെ പുറത്ത് എടുത്ത് വെച്ചതായിരുന്നു. പക്ഷേ ഈ വീഡിയോ എടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് എനിക്കൊരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. അപ്പോൾ എന്താ പറയുക, വളരെ വിഷമത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് വട്ടം ഞാൻ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തവണ എനിക്ക് എന്തോ മനസ്സിന് നല്ല പ്രയാസമാണ്. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്തോ ഒരു വലിയ കാര്യമാണെന്ന്. പക്ഷേ അങ്ങനെ വലിയ കാര്യമൊന്നും അല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞിനുകുട്ടൻ്റെ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മൾ അന്ന് നിർത്തിയിടത്ത് നിന്ന് തുടങ്ങാം അല്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിനുകുട്ടനെ ഈജി എടുക്കാൻ പോയപ്പോൾ ഒരു ഷോർട്സ് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി എന്തായി, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അതിനും വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനുകുട്ടൻ്റെ എന്താ പറയുക ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പറഞ്ഞു വരുമ്പോൾ ചെറിയൊരു പനിയാണ്, എന്നാലും നമ്മൾ ഈ ഒരാഴ്ച കാലം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് കുഞ്ഞിനുകുട്ടൻ കടന്നു പോയത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളും മനസ്സിൻ്റെ പ്രയാസം, എന്താ പറയുക ഉറക്കമില്ലായ്മ എല്ലാം കൊണ്ടും നമ്മൾ ആകെപ്പാടെ ഈ ഒരാഴ്ച കൊണ്ട് അനുഭവിക്കാനായിട്ട് ഇനിയൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് ഇത്ര വലിയ കാര്യമാണ് ഒരു ചെറിയ പനി എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. കാരണം അത് അങ്ങനെയാണ്. നമ്മളെ എന്താ പറയുക, സന്തോഷിക്കാനായിട്ടൊരവസരം വരുമ്പോൾ നമുക്ക് ദുഃഖിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതൊക്കെ എന്താ പറയുക, ഈ സമയവും കടന്നു പോകും എന്ന് പറയുന്ന പോലെ അതും കഴിഞ്ഞു പോകുമല്ലേ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കണക്കാക്കണ്ട കേട്ടോ. എനിക്ക് വേറെ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു നിങ്ങളായിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സന്തോഷമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതായിരുന്നു, നമ്മുടെ ചെടിയുടെ കാര്യങ്ങളും എല്ലാം. പക്ഷേ അതൊന്നും ഇനി എനിക്ക് പറയാൻ എന്താ പറയുക മനസ്സില്ല എന്നല്ല, അതൊന്നും എൻ്റെ മൈൻഡിൽ നിന്നേ പോയി കേട്ടോ. ഈ ഈജി എടുക്കാൻ പോയിട്ടുള്ളവർക്ക് അറിയാമല്ലേ, നമ്മുടെ മക്കളെ ഓർക്കാൻ വേണ്ടി നമ്മൾ ആ സമയത്ത് പെടുന്ന പാട്. കാരണം അന്നേരം അനങ്ങാൻ പോലും പാടില്ല എന്നാണ് കേട്ടോ പറയുന്നത്. കാരണം അവർ അനങ്ങിക്കഴിയുമ്പോൾ ഒക്കെ അതിൻ്റെ ആ ഒരു ഗ്രാഫിൽ വ്യത്യാസം വരും. അപ്പോൾ അത് കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാത്രി ഒരു 12 മണിക്ക് ശേഷം 12 മണി വരെയൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം, വെളുപ്പിന് 4 മണിയാകുമ്പോൾ എഴുന്നേൽപ്പിക്കണം, എന്നിട്ട് വണ്ടിയിൽ പോകുമ്പോൾ ഉറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിനുകുട്ടനെ രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി നല്ല പാടാണല്ലോ. അപ്പോൾ നമ്മൾ പകൽ ഉറക്കിയില്ല, രാത്രി മാക്സിമം 1 മണി വരെയൊക്കെ പിടിച്ചു നിർത്തി കേട്ടോ. പിന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ 4 മണിക്ക് എണീപ്പിക്കാൻ സത്യം പറഞ്ഞാൽ മനസ്സ് വന്നില്ല. കാരണം അത്രയും സമയം ഉറങ്ങാതിരുന്നല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 5-5:30 ആകുമ്പത്തേന് വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പിന്നെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴും ഉറക്കണ്ടെന്ന് വെച്ചാൽ അപ്പോൾ കറക്റ്റായിട്ട് അവൻ ഉറങ്ങിക്കൊള്ളൂല്ലോ എന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ നമ്മളൊരു 5:30 ഒക്കെ ആയപ്പോഴത്തേനും വിളിച്ചെഴുന്നേപ്പിച്ച് വണ്ടിയിലിരുത്തി ഉറക്കിയില്ല. അവന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് മെഡിസിൻ കഴിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം കയ്പുള്ള മെഡിസിൻ കഴിക്കില്ല, അവൻ അത് തുപ്പിക്കളയത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലൊക്കെ കുറച്ച് മെഡിസിനൊക്കെ ഉള്ളിൽ ചെന്നു. എന്നിട്ട് ഞാൻ ഒരു വിധത്തിലൊക്കെ ഇങ്ങനെ എന്താ പറയുക കൊട്ടിയും പാടിയൊക്കെ ഉറക്കിയെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഉറക്കി കഴിഞ്ഞു, ഒരുവിധം നന്നായിട്ട് ഉറങ്ങിയപ്പോഴത്തേനും അവർ വന്ന് തലയിൽ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിക്കുമല്ലോ, അതൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വന്നു സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഒരു 10-15 മിനിറ്റിന് ശേഷം പെട്ടെന്ന് കണ്ണു തുറന്നു. ആദ്യം എണീറ്റതേ അവൻ ചെയ്തത് തലയിൽ ആ ഒട്ടിച്ച് വെച്ചിരുന്ന സംഭവങ്ങളെല്ലാം വലിച്ചു പറിച്ച് ദൂരത്തേക്ക് എറിഞ്ഞ് കളഞ്ഞ് നേരെ ഇങ്ങനെ എണീറ്റ് പോന്നു. പിന്നെ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവർ കഴിഞ്ഞ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന റിപ്പോർട്ട്സും എല്ലാം കൂടി അവർ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങളും ചോദിച്ചു, ഫിറ്റ്സ് ഉണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല, സത്യമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഫിറ്റ്സിൻ്റേതായ യാതൊരു ഇത് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ചിലർക്ക് അറിയില്ലാത്ത രീതിയിൽ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പനിയൊക്കെ വരുമ്പോഴേ അങ്ങനെ ഒരു നമുക്ക് പെട്ടെന്ന് പേടി, അങ്ങനെ ചൂടൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കര പേടിയാണ് കേട്ടോ എനിക്കിങ്ങനെ അവന് ഫിറ്റ്സ് വരുമോ എന്നൊക്കെ പേടി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ന്യൂറോ ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണല്ലോ, അപ്പോൾ ഒരു EG ഒക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പോയതായിരുന്നു കേട്ടോ. പക്ഷേ അവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 10-15 മിനിറ്റോളം ചെയ്തു. അപ്പോൾ ചെയ്തതിൽ തന്നെ അബ്നോർമലായിരുന്നു, ബാക്കി കൂടി ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്പൈക്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ന്യൂറോ ഡോക്ടർ ഇവിടെ വന്നിട്ടില്ല, ന്യൂറോ ഡോക്ടർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇനി അത് കാണിച്ച് കഴിയുമ്പോൾ എന്താണ് ഡോക്ടർ പറയുന്നത് എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇംഗ്ലീഷ് മെഡിസിൻ എനിക്ക് കൊടുക്കാൻ സത്യത്തിൽ എനിക്ക് മടിയാണ് കേട്ടോ. കാരണം അത് നേഴ്സ് ഇങ്ങനെ തളർത്തിയിടുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്
നമ്മുടെ കുഞ്ഞുണ്ണിക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നൊരു സമയമാണല്ലോ. അപ്പോൾ എനിക്ക് ആലോചിച്ചിട്ട് ഒരു അന്തോ ഇല്ല കുന്തോ ഇല്ല എന്ന് പറയുന്ന മാതിരി തന്നെയാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർത്ത് ഹോമിയോ വാങ്ങിച്ചാലോ, ഹോമിയോയിൽ ഫിറ്റ്സിന് നല്ല മെഡിസിൻ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഹോമിയോ കൊടുക്കാൻ ഇങ്ങനെ, അതായത് അങ്ങനെ അതെല്ലാം ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ കുഞ്ഞിനെക്കുട്ടിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ ആണത്. നമ്മൾ എന്താ പറയുക, അവനിങ്ങനെ നിർത്തിയിട്ടേ. അപ്പോൾ ഞാനിങ്ങനെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു. കുഞ്ഞിന് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടവും വന്നു, സന്തോഷവും വന്നു എന്നറിയാം. അവനിങ്ങനെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ഇപ്പം ശ്രമിക്കാതെ അവന് ചില സമയത്തൊക്കെ മടിയൊക്കെ പിടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, കുഞ്ഞിനിക്ക് നടക്കണ്ടേ, സ്കൂളിൽ പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. പക്ഷേ ഇവൻ ശ്രമിച്ചിട്ടും പറ്റാതിരിക്കുന്നതാണ് പറഞ്ഞിട്ട് നമുക്കൊരു വല്ലാത്തൊരു വിഷമം മനസ്സിലിങ്ങനെ തോന്നുക. അപ്പോൾ ഞാനതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, ഒരു 10-25 സെക്കൻഡുള്ളൊരു വീഡിയോ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഞാനെടുത്തു നിങ്ങളിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരേപോലെ തന്നെ അതങ്ങ് ഇട്ടു കേട്ടോ. അപ്പോൾ അത് 1-2 അല്ല, ഒരുപാട് ആളുകൾ ഇത് കണ്ടു. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടെന്ന് തന്നെ പറയും. നമ്മുടെ യൂട്യൂബിൽ അതൊരു 5 ലക്ഷം, ഒരു 6 ലക്ഷം അടുത്ത് ആവാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഒരു 6 ലക്ഷം ഒക്കെ കഴിഞ്ഞു, ഫേസ്ബുക്കിലും കഴിഞ്ഞു. ഫേസ്ബുക്കിൽ അത്രയ്ക്കായിട്ടില്ല, എന്നാലും ലക്ഷക്കണക്കിന് പേര് അവിടെയും കണ്ടു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കമൻസ് ഒത്തിരി, നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്ക് നോക്കാൻ പോലും പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ കമൻസുകളുടെ പ്രളയം തന്നെ എന്ന് പറയാം. അതായത് ഓരോ സ്ഥലത്ത് ഹോസ്പിറ്റലുകൾ സജസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകാൻ പറയുന്നു, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകാൻ പറയുന്നു, ശിവൻ്റെ അടുത്ത് ധാര ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഉണ്ടല്ലോ, അന്ന് രാത്രി ആയപ്പോൾ തൊട്ട് വെറുതെ ഞാനിങ്ങനെ അവനിങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടുക കേട്ടോ. അപ്പോൾ ഞാൻ അവനോട്, കുഞ്ഞിനെ കൂട്ടാ നമുക്ക് ചോറൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവന് ചോറ് കൊടുത്തപ്പോൾ കുറച്ചൊരു മടിയിട്ട് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനെന്താ ഇഷ്ടമുള്ള കറിയുണ്ട്, പിന്നെന്താ ചോറ് കഴിക്കാത്ത ആവുമെന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ വിചാരിച്ചാൽ എന്നാൽ നിർബന്ധിക്കട്ടെ, അവന് ഇഷ്ടമല്ലെങ്കിൽ അവൻ കഴിക്കില്ല. അതായത് അവന് ഇഷ്ടമുള്ള ഫുഡ് കൊടുത്തു കഴിയുമ്പോൾ അവൻ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ അത് എന്തെങ്കിലും വേണ്ടാത്തതുകൊണ്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. എന്നിട്ട് ഞാൻ കൊണ്ട് മേലൊക്കെ തുടച്ചൊന്ന് കിടത്താൻ നേരത്തെ ഞാൻ നോക്കിയപ്പോൾ വയറിൻ്റെ ഭാഗത്തൊരു ചൂട് വരുന്നുണ്ട്. അപ്പോൾ ദൈവം ഇതെൻ്റെ അവന് കുഞ്ഞിനെ കൊണ്ട് പനിക്കാൻ പോവുകയാണോ? കാരണം അന്ന് അവൻ കുറച്ച് കൂടുതൽ സമയം പുറത്തിറങ്ങിയിരുന്നായിരുന്നു കേട്ടോ. അതായത് വാശി പിടിച്ച് തന്നെ പുറത്ത് വരുന്നു. ഞാനിവിടെ അകത്ത് കൊണ്ടിരുത്തും, അവൻ കരഞ്ഞ് വിളിച്ച് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പുറത്തേക്ക് നടന്നു പോകും. കഥകൊക്കെ തുറന്ന് ഇറങ്ങി പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് അവന് അത്രത്തോളം കൊതിയുണ്ടല്ലോ പുറത്തിറങ്ങിയിരിക്കാൻ. അപ്പോൾ അന്ന് പുറത്തിരിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, അത്യാവശ്യം തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ സെറ്റ് ഇടിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും അവനൊരു തണുപ്പ് നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത്. എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല, തണുപ്പിൻ്റെ ആണോ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ രാത്രി ആയപ്പോഴത്തേനും ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് പോലും കിടക്കാൻ പറ്റാത്ത പോലെ ചൂടായിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ കിടന്ന് വിറച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഞാൻ മെഡിസിൻ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവന് ഈ പാരസെറ്റമോൾ അങ്ങനെ അധികം ഒട്ടും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഈ മെഫ്താൾ എന്ന് പറഞ്ഞ മരുന്നിന് കുറച്ച് മധുരമൊക്കെ ഉള്ള കാരണം അത് കഴിക്കും. പക്ഷേ അത് നമുക്ക് ആദ്യം കൊടുത്തിട്ട് പനി കുറയ്ക്കാൻ പാടില്ല. എല്ലാ ഡോക്ടേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. ഈ പാരസെറ്റമോൾ കൊടുത്തിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ പനിയുള്ളപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ മെഡിസിൻ കൊടുക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് കൊടുത്തു. പാരസെറ്റമോൾ കുറേ തുപ്പി, പിന്നെ ഞാൻ മെഫ്താൾ എടുത്ത് കൊടുത്തു. അപ്പോൾ അവർ ഏകദേശം ഒരു ആശ്വാസമായി. പിന്നെ കിടന്ന് ഉറങ്ങി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ താടിയെല്ലാം കിടന്ന് വിറയ്ക്കണ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എടുക്കണേ. അതായത് പല്ല് കൂട്ടിയിടിക്കണ സൗണ്ട്. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് അച്ഛനോട് പറഞ്ഞു ലൈറ്റ് ഇടുക, കുഞ്ഞിനെ കൊണ്ട് എന്തോ പറ്റി. കാരണം എൻ്റെ തലച്ചോറിനകത്ത് മുഴുവൻ ഇവന് ആ EG എടുത്തിട്ട് അബ്നോർമൽ ആണല്ലോ എന്നുള്ള ആ ഒരു ചിന്തയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ വിചാരിക്കണം കുഞ്ഞിനേക്ക് ഫിറ്റ്സാണ് ഉണ്ടാവണമെന്നാണ്. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു തീർന്നത് ചാടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കുഞ്ഞിനെ കൂടെ എടുത്ത് നമ്മുടെ അൻവിമോളെ എടുത്തിട്ട് വന്നപ്പോഴത്തെ അനിയനെ വിളിച്ചു. അപ്പോൾ അവൻ്റെ വണ്ടിക്ക്, നമ്മുടെ വണ്ടിയാണെങ്കിൽ ഓട്ടം പോട്ടെ അതിന് എന്തൊക്കെയോ കംപ്ലൈൻ്റ് ആയിട്ട് അത് സൈഡിൽ മാറ്റിയിട്ടേക്കാട്ടോ. അപ്പോൾ അനിയൻ്റെ വണ്ടിയൊക്കെ ആയിട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ അൻവിമോളെ അവർ നോക്കിക്കോളാമെന്നും പറഞ്ഞു. അൻവിമോളെ അവരുടെ കൊടുത്തു. എനിക്കറിയില്ല, കുഞ്ഞുണ്ണിനെ ഞാൻ വാരി പിടിച്ച് വണ്ടിയിലിരുന്ന് എൻ്റെ വിചാരം മുഴുവൻ ഇവന് ഫിക്സാണ് ഉണ്ടായത്. അതായത് അത്രമാത്രം ചൂട് വന്നില്ല. ഞാൻ ദേഹമൊക്കെ തുടച്ചിട്ടും ചൂട് നിൽക്കണില്ല. അപ്പം എനിക്ക് അവന് എന്ത് ചെയ്യും, കാരണം എന്താണെന്ന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വണ്ടിയിലിരുന്ന് ഞാനിങ്ങനെ ഭഗവാനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക, എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും വരുത്തരുത്. എനിക്കറിയില്ല, ഞാനിങ്ങനെ വഴിക്ക് എൻ്റെ ചിന്ത പോയിരുന്നു. കാരണം ഇവിടുന്ന് ഒരു 10-30 മിനിറ്റോളം ഉണ്ട് ഹോസ്പിറ്റലിൽ എത്താനായിട്ട്. ഞാനപ്പോൾ എൻ്റെ മടിയിൽ എൻ്റെ കൊച്ചിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ആലോചിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ ആലോചിച്ചു. എനിക്ക് കുഞ്ഞുങ്ങളില്ലാത്തൊരു ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് പോലും ഞാനിങ്ങനെ ചിന്തിച്ചു. കാരണം എനിക്ക് വേറെ 2 പറഞ്ഞു തരുമെങ്കിൽ വല്ലാണ്ട് സങ്കടം വരുന്നത്. കാരണം 2 മക്കളും കൂടി ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് അവനില്ലാണ്ട് പറ്റില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു എനിക്ക് എൻ്റെ കുഞ്ഞുണ്ണില്ലാണ്ട് പറ്റൂല.
പറ്റൂല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. പെട്ടെന്ന് തന്നെ അവർ നോക്കി. അവിടെ കാഷ്വാലിറ്റി ഡോക്ടറായിരുന്നു. ഡോക്ടർ നോക്കി. അപ്പോൾ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഡോക്ടർ ഇവന് വന്നത് ഫിറ്റ്സ് ആണോ? അന്നേരം പറഞ്ഞ ഡോക്ടർ അല്ല, അതവന് അതായത് പനിയുടെ ആ ഒരു ഷിവറിങ് ആണ് വന്നത്, അല്ലാതെ ഫിറ്റ്സ് കാര്യങ്ങളൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സപ്പോസിറ്റർ വെച്ചു. പെട്ടെന്ന് തന്നെ അവന് മെഡിസിൻ എന്താ പറയുക, നമ്മൾ മെഡിസിൻ എപ്പോഴാണ് കൊടുത്തതെന്ന് ചോദിച്ചു. സപ്പോസിറ്റർ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പനിയൊക്കെ വിട്ടു തുടങ്ങിയിട്ട് അതിനൊരു അരമണിക്കൂറോളം എടുക്കുക അതിൻ്റെ ഒരു എഫക്റ്റ് പൂർണ്ണമായിട്ട് ശരീരത്തിലേക്ക് ആവാനായിട്ട്. അപ്പോൾ പനിയൊക്കെ വിട്ടു. ഏകദേശം അവനൊന്ന് ശാന്തമായി. അപ്പം പനിയൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോഴത്തേന് ആളൊക്കെ ആയിട്ടോ, കൈയടിക്കൽ തുടങ്ങി, ചിരി തുടങ്ങി. അപ്പോൾ നമുക്ക് സന്തോഷമായി. കാരണം ആദ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ എന്താ പറയുക, വാടിയ ചെമ്പന്തണ്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുമാതിരി കൊണ്ടുപോയ കുഞ്ഞാണ്. അപ്പോൾ ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമായി. നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ദിവസം കഴിഞ്ഞിട്ടും കുറഞ്ഞില്ലെങ്കിൽ കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 3 ദിവസം എന്ന് പറഞ്ഞാൽ ആ മെഡിസിനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൻ മെഡിസിൻ കഴിക്കില്ലല്ലോ. അതുകൊണ്ട് ഈ പാരസെറ്റമോളിൽ സിറപ്പ് ഇങ്ങനെ തുപ്പിക്കളഞ്ഞുകൊണ്ടേ ഇരിക്കുക. എൻ്റെ മുഖത്തിനിട്ടൊക്കെയാണ് കേട്ടോ തുപ്പുന്നത്. പല്ലേച്ച് തുപ്പാൻ പറഞ്ഞാൽ കുഞ്ഞിന് തുപ്പില്ല. അത് ഞാനിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ മെഡിസിനൊക്കെ നല്ല സൂപ്പറായിട്ട് തുപ്പിക്കളഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പനിയും കുറയുന്നില്ല. നല്ല പോലെ ചൂട് നിൽക്കുക. നമ്മൾ 2 ദിവസം വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട്, കാരണം എവിടെ ചെന്നാലും ഈ ആൻറ്റിബയോട്ടിക് വരും, പാരസെറ്റമോൾ വരാം. അതിനപ്പുറത്തേക്ക് ഒരു മെഡിസിൻ ഇല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതെനിക്കും അവന് ക്യാനിലിടുന്ന കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. അപ്പോൾ കുറയട്ടെ എന്ന് വിചാരിച്ചു. അല്ലാതെ ഞാൻ എൻ്റേതായ യൂട്യൂബൊക്കെ നോക്കി എൻ്റേതായ രീതിയിൽ കുറച്ച് മെഡിസിനൊക്കെ പരീക്ഷിച്ച് നോക്കി. എന്നിട്ടും പനി കുറയാണ്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ പിടിവിട്ടു. എന്നാൽ പിന്നെ അവന് വല്ലാണ്ട് ക്ഷീണമായിട്ട് ഫുഡൊന്നും കഴിക്കാതെ. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, അതിനിടയ്ക്ക് ഇത് നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് പേര് അതിനിടയ്ക്ക് ഇങ്ങനെ കണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായിരുന്നു എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമായിരുന്നു കേട്ടോ. കാരണം അതിലൊരുപാട് പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വീണ്ടും നമ്മൾ ചെന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ മരുന്ന് കഴിക്കുന്നില്ല, ആകെ കഴിക്കുന്ന ആ മെഫ്താൾ മാത്രമാണ്, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു അതൊരു കാര്യം ചെയ്തു, അത് തന്നെ കൊടുത്തു, ട്രിപ്പ് ഇടാമെന്ന് പറഞ്ഞിട്ട് ട്രിപ്പ് ഇട്ടു. അങ്ങനെ ഒരു 12 മണി വരെ നമ്മൾ എങ്ങനെയാണ് ട്രിപ്പ് ഇട്ട് കിടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വലിയ ഇതാണ് കേട്ടോ. കാരണം അവനതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇച്ചിരി പ്രായമൊക്കെ വെച്ചതുകൊണ്ട് അറിവൊക്കെ ആയി വന്നത് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. പനി പോകാനാണ്, കുഞ്ഞനങ്ങാതെ കിടക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ അടുത്ത് അവൻ സഹകരിച്ചു എന്ന് തന്നെ പറയാട്ടോ. അധികം വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. കരഞ്ഞു വിളിക്കുകയോ ബഹളം ഒന്നും ചെയ്തില്ല. കുത്തി വയ്ക്കാൻ നേരത്ത് കരയൊക്കെ ചെയ്തു. പിന്നെ അതങ്ങ് മാറുകയും ചെയ്തു കേട്ടോ. ഇതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിലൊരു സന്തോഷം നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മറുപുറം സങ്കടവും വരും അല്ലേ. അപ്പോൾ അതൊക്കെ മാറിപ്പോവും. നമ്മളിതൊക്കെ എന്താ പറയുക, ഒരുപാട് നമ്മൾ ഇതിലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് തളരാതെ പിടിച്ചു നിന്ന് വന്നവരാണ്. അപ്പോൾ ഇനിയും നമ്മൾ തളരില്ല. പക്ഷെ നമുക്ക് ഈ ഒരു സമയത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എന്താ പറയുക, കുഞ്ഞുണ്ണിക്ക് വയ്യാണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അവൻ്റെ ചിരിയില്ലാത്തൊരു മുഖം, അതായത് കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ആക്റ്റീവായൊരു കുഞ്ഞാണ്. അപ്പോൾ ഈ ചിരി കളികൾ കാണാതെ നമ്മളിങ്ങനെ അവനിങ്ങനെ തളർന്ന് കുത്തി ഇങ്ങനെ നമ്മൾ സെറ്റിയിൽ കൊണ്ട് കിടത്തി അവിടെ കിടക്കുക, കട്ടിലേൽ കിടത്തി അവിടെ കിടക്കുക, അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഞാൻ അവനോട് ചോദിക്കാറുണ്ടായിരുന്നു, നേരത്തെ അവൻ കളിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ കുഞ്ഞിന് കൂട്ടാ നിനക്കൊരു 2 മിനിറ്റ് അനങ്ങാതിരുന്ന് കൂടെയാണ്. കാരണം സെറ്റിൽ കിടത്തി അവിടെ കിടക്കൂല, അവിടെ നിന്ന് ഊർന്നിറങ്ങി എന്താ പറയുക തറയിൽ കൂടി ഇങ്ങനെ ഉരുണ്ട് പോകും. എന്നിട്ട് തിരിച്ചു വന്ന് വീണ്ടും സെറ്റിയിൽ കയറും. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഞാൻ പറയും, എടാ നീ മടുക്കില്ലടാ, നിനക്ക് എന്നാൽ പിന്നെ എഴുന്നേറ്റ് ഓടി നടന്നുകൂടെടാ എന്നൊക്കെ ചുമ്മാ അവൻ്റെ അടുത്ത് കളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ചോദിച്ചിട്ടൊക്കെ നടക്കലുണ്ട്. പക്ഷേ ഇവനിങ്ങനെ നമ്മൾക്ക് പണികളും ഉണ്ട്, അതിനിടയ്ക്ക് കുഞ്ഞിന് കൂടെ ഇങ്ങനെ അനങ്ങാണ്ട് ഇങ്ങനെ വയ്യാണ്ട് കിടക്കുന്ന കാണുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, നമ്മുടെ അൻവിമോൾക്ക് പനിയൊന്നും വരല്ലേ എന്ന്. കാരണം 2 ആൾക്കും കൂടി പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ പിടിച്ച് വെക്കാൻ പറ്റാണ്ട് വരും. ഇപ്പോൾ കുഞ്ഞിനെ കൂട്ടനെ ആണെങ്കിലും പനി വന്നു കഴിയുമ്പോൾ നമുക്ക് അത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് എന്താ പറയുക ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ 2 ആൾക്കും കൂടി പനി വന്നു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ചേക്ക്. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് അച്ഛനും പനിയായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ 2 ദിവസം ലീവ് എടുത്ത് റെസ്റ്റൊക്കെ എടുത്ത് ആളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഞാനിങ്ങനെ തമാശക്കായിട്ട് പറയുമായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് എനിക്കായിരുന്നു പനി വന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം എല്ലാവരുടെയും താളം തെറ്റും. ഈ നമ്മളിപ്പോൾ എന്താ പറയുക, ഈ വീട്ടിൽ അല്ലെങ്കിൽ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണല്ലേ, വീട്ടമ്മമാരുടെ റോള് വീട്ടമ്മ എന്നാണെങ്കിലും നമ്മൾ ശരിക്കും ഓളിനോടല്ലേ എല്ലായിടത്തും
അവിടത്ത് ഓടിയെത്താൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാലോ, അത് ആലോചിക്കാൻ പോലും വയ്യാല്ലേ. അപ്പം ഞാൻ ചില സമയത്തൊക്കെ വിചാരിക്കാറുണ്ട്, ഇങ്ങനെ പണ്ടൊക്കെ പനി വന്നു കഴിയുമ്പോൾ ഇങ്ങനെ മൂടി പുതച്ച് കയറി കിടക്കുന്നു, അമ്മ എന്താ പറയുക കാപ്പി എന്ന് പറയുമ്പോൾ കാപ്പി കൊണ്ടുത്തരുന്നു, കഞ്ഞി എന്ന് പറയുമ്പോൾ കഞ്ഞി തരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ 2 ചേട്ടനും അനിയത്തിയും കൂടി എന്താ പറയുക ഒന്നിച്ചൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കിടപ്പ്. നല്ല രസമാണ് കേട്ടോ രണ്ടാളും കൂടി കിടക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒന്നിച്ച് കിടക്കാനൊക്കെ തുടങ്ങി പിന്നെ എന്താ പറയുക കുഞ്ഞിനെ കൊണ്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം അനിയത്തിയോടുള്ള ആ ഒരു പണ്ടെന്ന് പറഞ്ഞാൽ ചവിട്ടി തെറിപ്പിച്ചൊക്കെ കളയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. രണ്ടാളും കൂടി ഇങ്ങനെ ചേർന്നൊക്കെ കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും രണ്ടാളും കൂടി എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ക്ഷീണമായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴാണോ രണ്ടാളും എണീക്കുന്നത് അപ്പോൾ എണീക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ കാപ്പി കഴിച്ചിട്ടില്ല, അതൊരു ടെൻഷനാണ്. എന്നാലും അപ്പോൾ ഈ വീഡിയോ എടുത്ത സമയത്ത് നമ്മുടെ അൻവി മോള് എഴുന്നേറ്റ് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഓടിയത്. കാരണം അറ്റത്ത് വന്നിരുന്നിട്ട് കാലിൽ കൊലുസുള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ താഴത്തേക്ക് വീണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടിപ്പോയതാണ് കേട്ടോ. ഇന്നും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും ആൾ എണീറ്റ് പോകുന്നു കേട്ടോ. പിന്നെ ഞാൻ 2 പേരുടെ അടുത്തേക്ക് അങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം 3:30 ആയപ്പോഴാണ് കേട്ടോ ബാക്കി ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു എല്ലാം മറന്നുപോയേ. പിന്നെ അതൊന്നും എടുത്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനുള്ള സമയമില്ല. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കുഞ്ഞിനുകൂട്ടനാണെങ്കിൽ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഉഷാറായിട്ടായിരുന്നു കേട്ടോ വന്നത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു, പനിയൊക്കെ വിട്ടു, നല്ല മിടുക്കനായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ദൈവമേ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ പോയി ഇഞ്ചക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എന്താണല്ലോ ആ പനിയൊക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൂസ് മോഷനായിട്ടോ. അതിലും വലിയ പാടാന്ന് പറയാം. സത്യം പറഞ്ഞാൽ 2 ആളെയും വെച്ചിട്ടേ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ കുഞ്ഞിൻ്റെ കുട്ടനെ കൊണ്ടൊന്ന് ടോയ്ലറ്റിൽ പോകാൻ കൂടി സമ്മതിക്കില്ല കേട്ടോ. എൻ്റെ കൂടെ ടോയ്ലറ്റിലേക്ക് വരണം, അവിടെ വന്നിട്ട് കപ്പ് എടുക്കണം, ബക്കറ്റ് എടുക്കണം, ഒരു രക്ഷയില്ല. അൻവിമോള് നിലത്തിങ്ങനെ അതായത് തന്നെ നിൽക്കില്ല, ജസ്റ്റ് ഒന്ന് നിന്ന് തുടങ്ങിയതുള്ളൂ. പതുക്കെ പിച്ച വെക്കാനും തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ബാത്റൂമിൽ എന്താണെങ്കിലും സേഫ് അല്ലല്ലോ, വഴുക്കലൊക്കെ ഉള്ളതല്ലേ. ഞാനാണെങ്കിൽ പാട് വെട്ടെന്ന് തന്നെ പറയാട്ടോ. കാരണം കുഞ്ഞുണ്ണിക്കുട്ടന് നിൽക്കൂല, നമുക്കവിടെ എന്താ ചെയ്യുക, അൻവിമോളും നിൽക്കൂല ഇരിക്കൂല. ഇത് രണ്ടും കൂടി എന്നെ ഇട്ടിട്ട് പിന്നെ ഞാൻ 2 പേരെ 2 കയ്യിൽ തൂക്കിയെടുത്തിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ കുറേ വട്ടമായപ്പോൾ തന്നെ എനിക്ക് പ്രാന്ത് കയറാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവൻ ലൂസ് മോഷൻ അങ്ങോട്ട് കൂടിയപ്പോഴേ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു നല്ലതാണല്ലോ, പനി നിൽക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ലൂസ് മോഷൻ അങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പനി പോയില്ലോ എന്ന് ആശ്വസിച്ചിരുന്നു. പക്ഷെ പിന്നെ ആയപ്പോഴത്തേനും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ കുഞ്ഞുങ്ങളുടെ അച്ഛനെ വിളിച്ചിട്ട് മരുന്ന് മേടിച്ചിട്ട് വരാൻ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് അതൊക്കെ കഴിച്ച ആളവിടെ ഇരിപ്പുണ്ട്. പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്താ പറയുക, ഇങ്ങനെ പനിയൊക്കെ വരുമ്പോഴും ഞാൻ വേറൊരു രീതിയിൽ ആശ്വാസം കണ്ടെത്തും കേട്ടോ. ഭയങ്കര ടെൻഷനൊക്കെ ആകുമ്പോഴേ ഞാനിങ്ങനെ വിചാരിക്കും, നമ്മൾ നേരത്തെ തെറാപ്പിക്ക് നിന്ന സ്ഥലത്തെ സാർ എപ്പോഴും പറയുമായിരുന്നേ, ഇവർക്ക് മെയിനായിട്ട് അത് മേജറായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വരാൻ നേരത്താണ് ഇങ്ങനെ വയ്യായിക വരുന്നതെന്ന്. അപ്പോൾ കുഞ്ഞുണ്ണിക്കുട്ടനെ സംബന്ധിച്ചാണെങ്കിൽ അവൻ എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി നല്ല സൂപ്പറായിട്ട് മിടുക്കനായിട്ട് പോയി ഉച്ചവരെ ഇരിക്കുമായിരുന്നു, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും ഒരു പനി വന്ന് അത് അടിയിൽ പോകുന്നത് കേട്ടോ. അത്യാവശ്യം അവന് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, നമ്മൾ കൈയൊന്ന് ജസ്റ്റ് പിടിച്ചു കൊടുത്ത് അവന് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് വലിയ മാറ്റങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിനെ സംബന്ധിച്ച്. കാരണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒറ്റ കയ്യിൽ പിടിക്കുമ്പോൾ നടക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ. അപ്പം അങ്ങനെ നടക്കുന്നതിൻ്റെ ബാലൻസ് എല്ലാം കൂടി വന്നുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് അറിഞ്ഞൂടെ ഇനി എന്തവസ്ഥയിലേക്ക് പോകുന്നു. കാരണം അവൻ അത്ര മാത്രം ടയേർഡായിട്ടോ. പനി മാത്രമല്ല, ഇപ്പോൾ ലൂസ് മോഷനും കൂടി വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഈ ORS കഴിക്കില്ല, മരുന്നാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആൾ കഴിക്കില്ല. ഞാനത് പല രീതിയിൽ കൊടുക്കാൻ ശ്രമിച്ചു നോക്കിയിട്ടോ. ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ അങ്ങനെ എന്താ പറയുക, എല്ലാത്തിനും ഒരു ചെറിയ കയ്പ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അവൻ കഴിക്കില്ല. അവന് ടേസ്റ്റായിട്ട് ഫുഡ് ജ്യൂസൊക്കെ കഴിക്കുന്ന ആളല്ലേ. അപ്പം ഇത് മരുന്ന് കഴിച്ചാലേ കുഞ്ഞിനെ കൊണ്ട് അസുഖം പോകുള്ളൂ എന്ന് പറയുമ്പം അത് അവൻ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മരുന്ന് കഴിക്കാത്തതിൻ്റെ പ്രശ്നം കൊണ്ടും അസുഖങ്ങൾ ഇങ്ങനെ കുറയാതെയൊക്കെ ഇരിക്കണത്. അപ്പോൾ അതിനി എന്താ പറയുക, ഇത്ര നാളും നമ്മൾ കഷ്ടപ്പെട്ട് എടുത്ത എല്ലാ കാര്യങ്ങളും ബായിക്കോട്ടെ ആയി പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. പിന്നെ എല്ലാ തവണ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എൻ്റെ ആ ടെൻഷനൊക്കെ വെറുതെ ആയിരിക്കും. കുഞ്ഞിനെ സാധാരണ പോലെ തന്നെയായി വരാറുണ്ട്. ഇത്തവണ അങ്ങനെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാൻ കുഞ്ഞിനുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുമായിരുന്നു, നമുക്കിനി അവനിങ്ങനെ ഡെയിലി ആയിട്ട് ഈ പ്രതിരോധം കിട്ടണേ, എന്തെങ്കിലും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ, ഓരോരോ കമ്പനികൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെഡിസിൻ, മെഡിസിൻ എന്നല്ലല്ലോ അതിന് പറയുന്നത്,
അപ്പോൾ അതെന്തെങ്കിലും കൊടുക്കണം, പ്രതിരോധ ശക്തി കിട്ടാനുള്ള എന്തെങ്കിലും ഒന്ന് ഡെയിലി വെച്ച് കൊടുക്കുന്ന പോലെ നമുക്ക് വാങ്ങിക്കണം എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ മരുന്നുകളാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വൈറ്റമിൻസ് മരുന്ന് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഓരോ തവണയും കൊടുത്തൊന്നൊരു പകുതിയായിട്ട് വരുമ്പോഴത്തേക്കിനും ഇതുപോലെ പനി കാര്യങ്ങളൊക്കെ വരും, അതങ്ങനെ നിന്നു പോകും. അപ്പോൾ അത് വീണ്ടും അത് റിപ്പീറ്റായിട്ട് ഒക്കെ ആയി വരുമ്പോഴത്തേക്കിനും ഒന്ന് പച്ച പിടിച്ച് വരുമ്പോഴത്തേനും വീണ്ടും ബായ്ക്കോട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ അസുഖങ്ങൾ വരും. അതാണ് നമ്മുടെ കുഞ്ഞിനെക്കുട്ടിൻ്റെ ഈ ഒരു ജേർണിയിൽ വരുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക മോശം കാര്യം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ മെസ്സേജ് വരുന്ന സൗണ്ടേ ഞാൻ മ്യൂട്ട് ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചേർന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പ് നമ്പറൊക്കെ എടുത്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും പറഞ്ഞ്, ഓരോ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും നോക്കാനോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. എനിക്ക് നിങ്ങൾ പറയുന്ന എല്ലാ സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ എന്താ പറയുക, മനുഷ്യനല്ലേ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചില കാര്യങ്ങളൊന്നും പറ്റാണ്ട് വരും. അപ്പോൾ നിങ്ങളാരും എനിക്ക് ജാടയാണെന്നൊന്നും വിചാരിക്കല്ലേ. കാരണം ഇതുപോലെ മുന്നേ ഏതോ ഒരു വീഡിയോ ഇങ്ങനെ ഒരുപാട് പേര് കണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അത്രയ്ക്ക് അങ്ങോട്ട് വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ചെറുതൊന്നും അല്ല, ഇപ്പം ഞാൻ വീണ്ടും നോക്കിയപ്പോഴത്തേക്കിനും അത് ഒരു 7 ലക്ഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്രയും പേരൊരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് അധികമൊന്നും വരുന്നില്ല. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഒക്കെ പതിയെ വന്നോളൂ അല്ലേ. നമ്മുടെ കുഞ്ഞിനെക്കുട്ടിനെ അങ്ങനെ ഒരു കണ്ടു കഴിയുമ്പം ഒരു വല്ലാത്ത സഹതാപം തോന്നിയൊരു കുഞ്ഞല്ലല്ലോ, അവനോട് സ്നേഹമല്ലേ എല്ലാവർക്കും തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ അങ്ങനെ ശ്രദ്ധിക്കാതെ വിടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് പരിഭവമൊന്നുമില്ല. വരുന്നവരൊക്കെ വരട്ടെ, അപ്പോൾ നമ്മളെ ഇഷ്ടമുള്ളവരൊക്കെ കാണട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട.